Good morning to all. Good morning, ma'am. 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 Yeah, morning. Good ma'am. Morning, ma'am. Okay, good morning to all once again. So let's start today's class with the prayer, thought of the day, and silence. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ഓൾ മൈ ഫ്രണ്ട്സ്. എൻ്റെ പേര് അനു. ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്ന്. ഇന്നത്തെ ക്ലാസ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാനാണ്. ഇന്ന് നമ്മുടെ അശ്വതി മിസ്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമുക്കൊരു പ്രെയർ സോങ്ങോട് കൂടി ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രെയർ സോങ്ങിനായി കവിതയെ വെൽക്കം ചെയ്യുന്നു. Good morning, ma'am. Good morning to all. I'm Kavita from Thrissur. Prayer ചൊല്ലാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. താങ്ക് യു കവിത. സൈൻ ഇൻ ചെയ്യുന്നതിനായി അനീഷയെ ക്ഷണിക്കുന്നു. അനീഷ ക്ലാസ്സിലല്ലോ. സൈൻ ഇൻ ഞാൻ തന്നെ പറയാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് അശ്വതി മാമിനെയും എൻ്റെ കൂട്ടുകാരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ചിന്തയുണർത്താനായി നമുക്കൊരു തോട്ട് ഓഫ് ദി ഡേ ആയിട്ട് നമ്മുടെ അർച്ചനയെ വെൽക്കം ചെയ്യുന്നു. അർച്ചനയാണോ? അർച്ചന ക്ലാസ്സിലുണ്ടോ? റെസ്പോൺസ്. ഓക്കെ, അപ്പൊ ആരെങ്കിലും തുടർച്ചയായി പറയൂ. ഞാൻ പറയാം പിന്നുമോൾ. If you fail, never give up, because fail means first attempt in learning. By APJ Abdul Kalam sir. പരാജയപ്പെട്ടാലും ഒരിക്കലും പിന്മാറരുത്. ഫെയിൽ എന്നാൽ പഠനത്തിന്റെ ആദ്യ ശ്രമമാണ്. താങ്ക് യു മിസ്. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? Fine. പറയൂ. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും സുഖാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എല്ലാവരും കഴിച്ചോ? കഴിച്ചു. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കാൻ റെഡി ആണല്ലേ? മീറ്റിംഗ് ആണ് എല്ലാവരും. എങ്ങനെയുണ്ട് ക്ലാസ് എന്നൊക്കെ അറിയാൻ വേണ്ടി മീറ്റിംഗ് ആണ്. ആണോ? ആണെന്ന് തോന്നുന്നു. അതെ മിസ്. അതെ. അതെ. ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇനി മനസ്സിലാവോ ക്ലാസ് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയണം. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ക്ലാസ്? റെഡിയല്ലേ? അത് ഞാൻ പറഞ്ഞ പോലെ യൂണിറ്റ് ഫസ്റ്റ് നിങ്ങൾ തന്നെ വായിച്ചു നോക്കണം. അത് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റ് 2, നൗൺ ആൻഡ് പ്രൊനൗൺ. ഞാൻ പറയുമ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആരും നോട്ട് എഴുതണ്ട കേട്ടോ. ഞാൻ നോട്ട് എഴുതാൻ പറയുമ്പോ മാത്രം എഴുതിയാൽ മതി, അല്ലാതെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഇനിയിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോ പെട്ടെന്ന് ഒന്നും മനസ്സിലാവണമെന്നില്ല, കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും. ഫസ്റ്റ് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. കാര്യമാക്കണ്ട, ക്ലാസ് അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ.
പക്ഷെ എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിക്കണം. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് നൗൺ ആൻഡ് പ്രോണൗൺ. നൗൺ ആൻഡ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് നൗൺ ആണ് അല്ലെ. എന്താണ് നൗൺ? വാട്ട് ഈസ് നൗൺ? എന്താണ് നൗൺ? എന്താണ്? നമ്മള് സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. നെയിമിംഗ് വേർഡ്. നെയിമിംഗ് വേർഡ്. സോ ഞാൻ പ്രതീക്ഷിച്ചു നാമം എന്ന് പറയുമെന്ന് വിചാരിച്ചു. മിക്ക ക്ലാസ്സിലും എല്ലാവരും നാമം എന്നാ പറയാ. മലയാളം വേണ്ട കേട്ടോ. ചില വേർഡ്സ് ഒന്നും നമ്മൾ മലയാളത്തിൽ പറയേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മൾ പൊതുവെ മോസ്റ്റ്ലി നമ്മൾ എല്ലാ വേർഡ്സും ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മലയാളം ഒരിക്കലും പറയാറില്ല. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇതിലും ഫോളോ ചെയ്യുക. എല്ലാം മലയാളം തന്നെ പഠിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോ ഇവിടെ നൗൺ എന്ന് പറയുന്നത് നെയിം. ഓക്കെ, നൗൺ ഇസ് എ നെയിം ഓഫ് പേഴ്സൺ, തിങ്സ്, പ്ലേസ് ഓർ എനിത്തിങ്. ഒരു പേരാണെന്ന് മാത്രം മനസ്സിലാക്കാം കേട്ടോ. നൗൺ എന്ന് പറയുന്നത് ഒരു പേരാണ്. ഇനിയിപ്പോ ഞാൻ നൗൺ എന്ന് ചോദിച്ചാല് അല്ലെങ്കിൽ ഏതാണ് നൗൺ എന്ന് ചോദിച്ചാല് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പേര് അല്ലെ. ഒരു സെന്റൻസില് സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു പേരോ തന്നിട്ടുണ്ടാകും അല്ലെ. ഇതെല്ലാം എന്താണ്? നൗൺ ആണ്. നിങ്ങളുടെ ചുറ്റിനും കാണുന്ന ഏതൊരു വസ്തുവിനായിക്കോട്ടെ, എന്തിനായിക്കോട്ടെ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ഏതൊരു വസ്തുവിനെ നമ്മളെല്ലാവരും പേരിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ വസ്തുവിനും അല്ലെങ്കിൽ ഓരോ മനുഷ്യർക്കാണെങ്കിലും എല്ലാവർക്കും ഓരോ പേരുണ്ട്. അതിനെയാണ് എന്താ നൗൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ യൂസ് ചെയ്യുന്ന ഫോൺ ആയിക്കോട്ടെ, ഫോൺ ഞാൻ പറഞ്ഞ ഫോൺ തന്നെയാണ്, അതൊരു നൗൺ ആണ്, അതിന്റെ പേരാണ്. അതിലിപ്പോ ബ്രാൻഡ്സ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോ ഐഫോൺ, ഗാലക്സി അല്ലെങ്കിൽ സാംസങ്, എന്തെങ്കിലും ആകട്ടെ, സാംസങ്, ഇതൊക്കെ എന്താണ്? അതും നെയിമാണ് അല്ലെ. എല്ലാം നെയിമാണ്. ഓക്കെ, നമ്മുടെ പേരാണെങ്കിൽ എന്റെ പേര് അശ്വതി എന്നാണ്. ഇവിടെ മിനിമോളുണ്ട്, രേവതി ഉണ്ട്, ഇതൊക്കെ നെയിമാണ്. അതുപോലെ നമ്മൾ എല്ലാവരും ആരാണ്? വുമൺ ആണ്, ഗേൾസ് ആണ് അല്ലെ. ഹ്യൂമൻ ബീയിങ്സ് ആണ്. അനിമൽസ് ഉണ്ട്, അനിമൽസ് തന്നെ ക്യാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ പെറ്റ് ഉണ്ടെങ്കിൽ ആ പെറ്റിനെ ഡോഗ് എന്നാണ് നമ്മൾ വിളിക്കുക. ഒരിക്കലും അല്ല, ഒരു പേരിടും അല്ലെ. എന്ത് നമ്മുടെ വീട്ടിൽ വരുന്ന ഏത് പെറ്റാണെങ്കിൽ പോലും നമ്മൾ അതിന്റെ പേരിടും. അപ്പൊ എല്ലാത്തിനും എന്താണ് ഒരു പേരുണ്ട്. ഓ ഓക്കെ, അപ്പോ നൗൺ എന്ന് പറയുന്നത് നെയിം ഓഫ് എനിത്തിങ്. എന്തിന്റെങ്കിലും ഒരു പേരാണ് നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലെ. അല്ലാതെ ഡെഫിനിഷൻ ആയിട്ടോ ഒന്നും പഠിക്കരുത് കേട്ടോ. മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലാക്കി പഠിക്കേണ്ടത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതൊരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കിവിടെ ഡെഫിനിഷനോ കാര്യങ്ങളോ ഒന്നല്ല വേണ്ടത്. ഇപ്പൊ നൗൺ എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ടായോ? ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? അത് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ തന്നെ പറയും നൗൺ എന്താണെന്ന്. അത് മതി, അല്ലാതെ ഡെഫിനിഷന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച ടൈമിലാണ് ഇംഗ്ലീഷ് എന്താണെങ്കിലും നമ്മൾ ഡെഫിനിഷൻ എഴുതി വെക്കും ഇംഗ്ലീഷില്. എന്നിട്ട് അത് പഠിക്കുവോ? ഇല്ല, കാണാതെ പഠിക്കും, ബൈഹാർട്ട് ചെയ്യും. പക്ഷെ അത് എന്താണെന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അത് ബൈഹാർട്ട് ചെയ്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ നമുക്കത് മനസ്സിലാക്കിയത് എന്താണെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം അത് മനസ്സിലാക്കിയല്ല നമ്മൾ പഠിച്ചത്, കാണാപ്പാഠം പഠിച്ചു വെച്ചാ. അങ്ങനെയല്ല കേട്ടോ. ഈ ക്ലാസ്സിൽ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈഹാർട്ട് ചെയ്യാനും പഠിക്കാനും ഞാൻ പറയും, അത് മാത്രം പഠിച്ചു വെക്കുക. അതർവൈസ് എല്ലാവരും നമ്മൾ എന്താണ് മനസ്സിലാക്കി തന്നെയാണ് പഠിക്കുന്നത്. ഇനിയിപ്പോ നൗൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? പറ്റുമോ? വാട്ട് ഈസ് നൗൺ? ഒരു പേരാണ് അല്ലെ. എല്ലാത്തിനും പേരുണ്ട്. എങ്ങോട്ട് നോക്കിയാലും എല്ലാത്തിനും പേരാണ്. ഒരു കടയിൽ പോയാലും കടക്കൊരു പേരുണ്ട് അല്ലെ. എന്തെങ്കിലും അവിടെ നമ്മുടെ കയ്യിൽ എവിടെ എന്തിരിക്കുന്നോ, ടേബിൾ ആണെങ്കിലും ടേബിളിന് പേരുണ്ട് അല്ലെ. ടേബിൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ? ചിലപ്പോൾ കളർ വെച്ച് നമ്മൾ പറയും, അല്ലെങ്കിൽ ഷേപ്പ് വെച്ച് പറയും. ഇതൊക്കെ എന്താണ്? ഇതെല്ലാം പേരാണ്. അപ്പൊ ഇതെന്താണ്? എല്ലാം നൗൺ ആണ്.
അപ്പൊ നൗൺ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? Yes, ma'am. Clear. Right. ഓക്കെ. ഈ നൗണിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. നൗൺസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4 kinds, 4 or 6 kinds എന്ന് പറയാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദ പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ പറഞ്ഞു പ്രോപ്പർ നൗണും കോമൺ നൗണും കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഇപ്പോ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഓരോ പേരുണ്ടെന്ന് പറഞ്ഞു അല്ലെ. എനിക്ക് എന്റെ പേര് അശ്വതി എന്നാണ്. ക്ലാസ്സിൽ ഇപ്പോ ശില്പ, ബിൻഷ, പിന്നെ എന്താണ് രേവതി, ഇതൊക്കെ നിങ്ങളുടെ പേരാണ്. നമ്മൾ കോമൺലി നമ്മൾ ആരാണ്? ഒരു വ്യക്തി. അല്ലെ. സ്ത്രീകളാണെന്ന് വുമൺ ആണ്, ഗേൾ ആണെന്ന് പറയും. അപ്പൊ അതെല്ലാം എന്താണ്? കോമൺ നെയിം ആണ്. മനസ്സിലായോ? കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ നെയിംസും എന്താണ്? കോമൺ നെയിം ആണ്. പ്രോപ്പർ എന്ന് പറയുമ്പോൾ പർട്ടിക്കുലറൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പേരാണെന്ത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫോൺ എന്നാ പറഞ്ഞേ. ഫോൺ അപ്പൊ ഏത് നൗണിൽ പെടുന്നതാണ്? പ്രോപ്പർ ആണോ കോമൺ ആണോ? Common. കോമൺ ആണ്. അപ്പൊ അതിന്റെ പ്രോപ്പർ നൗൺ ഏതാണ്? അതിന്റെ കമ്പനിയുടെ സ്പെസിഫൈ ചെയ്ത് പറയണം. ഒരു ബ്രാൻഡ്സിന്റെ പേര് കമ്പനീസ് നെയിം പറയുമ്പോൾ അത് പ്രോപ്പർ നൗൺ ആയിട്ട് മാറും. ഇപ്പൊ പറഞ്ഞ പോലെ ഐഫോൺ ആണെങ്കിലും സാംസങ് ആണെങ്കിലും അല്ലെ, അതൊക്കെ എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ക്ലിയർ? ഇനിയിപ്പോ അനിമൽ ആണെങ്കിലോ? അനിമൽ കോമൺ നൗൺ. Yes, animal is a common noun and proper noun. cat or dog, lion, tiger, ഇതൊക്കെ എന്താണ്? പ്രോപ്പർ നൗൺ. ഓക്കെ. ഇനിയിപ്പോ പ്ലേസസ് ആണെങ്കിൽ, പ്ലേസിന്റെ കാര്യമാണെങ്കിൽ കേരള കോമൺ കേരള ഈസ് പ്രോപ്പർ നൗൺ. അപ്പൊ അതിന്റെ കോമൺ നൗൺ ഏതായിട്ട് വരും? സ്റ്റേറ്റ്. കോമൺ നൗൺ. ആൻഡ് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലോ? ഡിസ്ട്രിക്റ്റ് കോമൺ നൗൺ. എറണാകുളം, ട്രിവാൻഡ്രം എന്നൊക്കെ പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. ഇനിയിപ്പോ മലയാളം കോമൺ ലാംഗ്വേജ്. മലയാളം ലാംഗ്വേജ് കോമണും കോമൺ ആണ്. അപ്പോ പ്രോപ്പർ നൗണും കോമൺ നൗൺ എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ. ഒരു കാര്യം ചെയ്യൂ കേട്ടോ. നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. കോമൺ നൗണും പ്രോപ്പർ നൗണും വെച്ചിട്ട് ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പറയണ്ട, ടെക്സ്റ്റ് ചെയ്യൂ. ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തേ. കോമൺ നൗൺ കുറച്ച് എക്സാമ്പിൾസ് എഴുതാം, അതുപോലെ തന്നെ പ്രോപ്പർ നൗൺ കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. ഓക്കെ. ഒരുമിച്ച് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണേ. common, tree, table, fancy എന്താണ്? അത് കോമൺ നൗണിൽ പെടുന്നതല്ല കേട്ടോ. ഫാൻസി ഐറ്റംസ്, ഹൗസ്, animal, bird, car, phone. Yeah, proper. Jelly, Vaishnav, you say proper noun, correct? Proper noun, jasmine, common flower. Yeah, proper noun, apple, grape, or cabbage, fruit, vegetable. Yeah, right. Common noun, phone, language, is okay. Dog, common noun, dog, phone, animal. Yeah, animal is proper. Dog, cat. Animals, okay. Proper galaxy, dog, Malayalam, yes. Dog proper ആവില്ല കേട്ടോ.
പ്രോപ്പർ മീൻസ് ഡോഗ് നമുക്ക് അവിടെ കോമൺ ആയിട്ട് വിളിക്കേണ്ടി വരും. കാരണം ഡോഗിൽ തന്നെ പല വെറൈറ്റീസ് ഓഫ് ഡോഗ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് പ്രോപ്പർ ആയിട്ട് മാറും. ഓക്കെ, കോമൺ ആൻഡ് വെജിറ്റബിൾ, ക്യാരറ്റ്, കണ്ണൂർ, നിസിയ, മാംഗോ, സൺ, മൂൺ. സണ്ണും മൂണും സംടൈംസ് ഇത് കോമണും സംടൈംസ് ഇത് പ്രോപ്പർ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ക്ലിയർ? ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് ആൻസർ ചെയ്താൻ പറ്റും. ക്ലിയർ ആണ്? ഞാൻ പറഞ്ഞ പോലെ ചില നെയിംസ് നമുക്ക് പ്രോപ്പർ ആയിട്ടും കോമൺ ആയിട്ടൊക്കെ തോന്നും കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സംടൈംസ് ഡൗട്ട്സ് വരും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിപ്പോ സൺ മൂൺ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചിന്തിക്കുമ്പോൾ കോമൺ ആയിട്ട് തോന്നും. ചിലപ്പോ അത് പ്രോപ്പർ ആയിട്ട് വരാം. കാരണം ഒരുപാട് ഗാലക്സിയിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അപ്പൊ അതിലൊരു ഇതാണെന്ന് പറയാൻ വേണ്ടി സണ്ണും മൂണൊക്കെ അല്ലെ. അപ്പൊ അതെന്താണ് പ്രോപ്പർ ആയിട്ട് വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയും മാറാം. ഇപ്പൊ എർത്ത് ആണെങ്കിലും എർത്ത് സംടൈംസ് കോമണും സംടൈംസ് പ്രോപ്പർ ആയിട്ട് വരും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക കേട്ടോ. അങ്ങനെയൊക്കെയാണ് പഠിക്കുക. ഇപ്പോ ഞാൻ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. ലിമിറ്റ്സ് ഉണ്ട് നമുക്ക്. പോർഷൻസ് തീരണം. പിന്നെ ഒരുപാട് മ്യൂട്ട് ചെയ്യാം കേട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്യാം. അപ്പോ നമുക്ക് ജസ്റ്റ് ഞാനിപ്പോ പറഞ്ഞ് മനസ്സിലായല്ലോ കോമൺ എന്താണ്, പ്രോപ്പർ എന്താണ്. ക്ലാസ്സിൽ എടുത്തു, അത് ക്ലിയർ ആയി. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് വരും. എല്ലാവരും മിസ് ചെയ്തൊക്കെ ഇത് പ്രോപ്പർ ആണോ അല്ലെങ്കിൽ അത് കോമൺ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഇനി വരും. അപ്പൊ ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എപ്പോഴും ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ ആസ് എ ടീച്ചർ എന്ന നിലയിൽ എന്നെ ഒരുപാട് എല്ലാ കാര്യവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, പാടില്ല. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സ്വയം പഠിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോ അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുക. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് ഫിംഗർ ടിപ്സിലെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലായി. പ്രോപ്പർ ആൻഡ് കോമൺ ആണ്, സിമ്പിൾ ആണ്. ഒരുപാട് നമുക്ക് ചിന്തിച്ചാല് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. അങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഓക്കെ, ക്ലിയർ? Proper Yes, ma'am. capital letter, right? Yeah, proper already capital letter സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാരണം അത് എപ്പോഴും ഒരു സബ്ജക്റ്റ് ആയിരിക്കും. സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ? മാം ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരും. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്തിയില്ല. മനസ്സിലായില്ലെന്നാണോ? പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോ, കോമൺ നെയിം എന്ന് പറയുമ്പോ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ബോയ് എന്ന് പറഞ്ഞപ്പോ അതിന്റെ നെയിം ആയിട്ട് ഇപ്പൊ ഒരു ബോയുടെ നെയിം ആയിട്ട് വരും പ്രോപ്പർ നൗൺ അല്ലേ? ഇപ്പൊ ട്രീ കോമൺ നെയിം ആകുമ്പോ ട്രീ, ഇപ്പൊ ബനിയൻ ട്രീ എന്ന് പറയുമ്പോ പ്രോപ്പർ നൗൺ ആയിട്ട് വരും. അങ്ങനെയാണോ? അതെ, ഇപ്പൊ ട്രീ എന്ന് പറയുന്നത് കോമൺ ആണ്. നമ്മൾ എല്ലാ മരങ്ങളും കാണുമ്പോൾ ട്രീ ആണെന്നാ പറയും. പക്ഷെ നമ്മൾ ഏത് മരമാണെന്ന് ചോദിക്കുമ്പോ നമ്മൾ പർട്ടിക്കുലറൈസ് ചെയ്ത് പറയും, എന്ത് മാംഗോ ട്രീ ആണെന്ന് പറയും. അപ്പൊ മനസ്സിലാവും അല്ലെ? അതുപോലെ ബോയ് എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ ബോയ് എന്നാ വിളിക്കാം. ഞാൻ ഒരു ബോയിയെ കണ്ടു എന്ന് പറയുമ്പോ കേൾക്കുന്നവന് മനസ്സിലാവില്ല. അപ്പൊ എന്താ ചെയ്യാ? പേര് പറയും. ഞാൻ അവനെ കണ്ടു, അവന്റെ പേര് പറയുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പൊ പേര് പറയുമ്പോ പർട്ടിക്കുലറൈസ് അങ്ങനെ പറയുമ്പോ അത് പ്രോപ്പർ നൗൺ ആണ്. കോമൺ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആവണമെന്നില്ല. കാരണം എല്ലാവരും നമ്മൾ കോമൺ ആയിട്ട് ഒരു പേരാ വിളിക്കും. ഓക്കെ, ഞാനിപ്പോ ഒരു കടയിൽ പോവാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ ചോദിക്കുക ഏത് കടയിലാണ്. കാരണം ഓരോ ഷോപ്സിനും അതിൻ്റെതായ ഒരു പേരുണ്ട് അല്ലെ? എന്ത് ബേക്കറി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇപ്പൊ ഏതൊരു കടക്കും ഒരു പേരുണ്ട്. ആ ഒരു പേര് പറയുമ്പോഴേ മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അതെല്ലാം പെർട്ടിക്കുലർ ആയിട്ട് കൊടുക്കുന്ന പേരിനെയാണ് നമ്മള് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ക്യാറ്റ് ആണെങ്കിൽ, ഡോഗ് ആണെങ്കിൽ, ക്യാറ്റിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, ഡോഗിൽ വെറൈറ്റീസ് ഉണ്ട്. മനസ്സിലായോ? അങ്ങനെയാണ് എന്താ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ടേബിൾ ആയിക്കോട്ടെ, ചെയർ ആയിക്കോട്ടെ. ടേബിളിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഇല്ലേ? റൗണ്ട് ടേബിൾ എന്ന് പറയാം, കളർ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ചെയർ ആണെങ്കിലും അതെ, പ്ലാസ്റ്റിക് ചെയർ ഉണ്ട്, വുഡ് ചെയർ ഉണ്ട്. ഇതെല്ലാം നമുക്ക് പർട്ടിക്കുലറൈസ് ചെയ്ത് പറയണം. ചെയർ എന്ന് പറയുന്നത് കോമൺ ആണ്, ഫോൺ കോമൺ ആണ്, ടി വി കോമൺ ആണ്. ഓക്കെ, ഡ്രസ് കോമൺ ആണ്, ഡ്രസ്സിൽ വെറൈറ്റീസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? കോമൺ നൗൺസ് ആണ്. പ്രോപ്പർ അതായത് പർട്ടിക്കുലർ ആയിട്ട് കൊടുക്കുന്ന
സ്പെസിഫൈ ചെയ്യുന്ന കുറച്ച് നെയിംസ് ആണെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ്. ക്ലിയർ? നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 2 നൗൺ ക്ലിയർ ആയി. നെക്സ്റ്റ് നൗൺ ഇസ് ആബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പഠിച്ച 2 നൗൺ നമുക്ക് കേട്ട് കഴിഞ്ഞാല് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. കേരള എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഓക്കെ കേരളത്തിന്റെ ഒരു പിക്ചർ എങ്കിലും നമ്മുടെ മനസ്സിൽ വരും, ഇമാജിൻ ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ നമുക്ക് ആ വ്യക്തി ഓർമ്മ വരും. ഇപ്പൊ ചെയർ ആണെന്ന് പറയും, നമുക്കത് കാണാൻ പറ്റും അല്ലെ. ഈ ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോ ആ പേര് കേൾക്കുന്ന പോലെ നമുക്കത് ടച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ 5 സെൻസ് യൂസ് ചെയ്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ഒരു പേരുകളായിരിക്കും എന്ത് ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഹാപ്പി എന്ന് പറയുമ്പോൾ വേർഡ് നമുക്കറിയാം, ഫെമിലിയർ ആണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബട്ട് വി ക്യാൻ ഒബ്സർവ് വിതൗട്ട് our sense. ഓക്കെ, നമുക്കത് ടച്ച് ചെയ്യാൻ പറ്റുമോ, കാണാൻ പറ്റുമോ? ഹാപ്പി ആ വേർഡ് മാത്രം, വേർഡ് ചിന്തിക്കുക. നമ്മളിപ്പോ വേർഡാ പറയുന്നത്, നൗണിനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ ഓരോ പേരിനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹാപ്പി എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് അറിയാലോ, കേട്ടിട്ടുണ്ട്, ഫെമിലിയർ നെയിം ആണ്. പക്ഷെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ? അല്ലാതെ ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് കാണാനോ തൊടാനോ ഒന്നും പറ്റാത്ത വേർഡ്സിനെയാണ് നമ്മൾ ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ക്ലിയർ? കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. തെറ്റിയാലും കുഴപ്പമില്ല, കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. സാഡ്, angry, patient, happiness, സാഡ്, ദേഷ്യം, ഈഗോ, പ്ലഷർ, പെയിൻ വരുമോ? beautiful, pride, smile. മാം ഒരു ഡൗട്ട്. ചോദിക്കും. ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ജില്ലകള് അതുപോലെ കേരള, ഇന്ത്യ എന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഈ അബ്സ്ട്രാക്ട് നൗൺസിൽ പെടുമോ? ഇല്ല, അതൊക്കെ പ്രോപ്പർ നൗൺ ആണ് കേട്ടോ. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നൗൺസ് ആയിരിക്കും. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ വേർഡ് കേൾക്കുമ്പോ ഓക്കെ എനിക്ക് അറിയാം. ഇപ്പൊ ഫ്രീഡം എന്താണ് അത് നമുക്ക് വാക്ക് അറിയാം. ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്കത് കണ്ടിട്ടുണ്ടോ, നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്താണെന്നല്ലേ. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അറിയാം എന്താണ് ഫ്രീഡം, നമുക്ക് അറിയാം. അപ്പൊ അങ്ങനത്തെ വേർഡ്സ് ആണെങ്കിലാണ് അത് ആബ്സ്ട്രാക്ട് നൗണിൽ പെടുന്നത്. ഇപ്പൊ ക്ലിയർ ആയി. അപ്പൊ ലവ്, പെയിൻ, ആൻഷൈറ്റി, ലവ്, ജോയ്, ബ്ലസ്ഡ് ഇതൊക്കെ എന്താണ് ആബ്സ്ട്രാക്ട് നൗൺ ആണ് കേട്ടോ. ക്ലിയർ? മനസ്സിലായോ ഇപ്പോ? ഈ 3 നൗൺ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് കളക്ട് ചെയ്യണം. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച ഈ 3 നൗണും നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. ഒരു നൗൺ കണ്ടാൽ നമുക്ക് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്, ഈസിയാണ്. ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് ആബ്സ്ട്രാക്ട് നൗൺ ആണ്. കറക്റ്റ് ആണോ? ഇമോഷൻസ് നമ്മുടെ ഫീലിംഗ്സും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള നൗൺസ് ആണ് ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 നൗൺ നമുക്ക് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ചോദിക്കുകയാണെങ്കിൽ, ആപ്പിൾ ഏത് നൗൺ ആണ്? Proper noun. Eraser, common noun, Place common noun. ego, Abstract noun. okay, childhood, Abstract noun. pen, Common noun. bandage, Proper noun. എല്ലാരും കൂടി പറയണ കേൾക്കണില്ല മിസ്.
ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. ഞാനിപ്പോ പറയുന്ന എല്ലാ ചോദ്യങ്ങളും ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അയക്കുന്നുണ്ട്, മെസ്സേജ് ആയിട്ട് അയക്കുന്നുണ്ട്. അങ്ങനെ നോക്കി വായിക്കാം. ഓക്കെ, എല്ലാവരും പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവില്ലല്ലോ, അതുകൊണ്ടാണ് ടെക്സ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അത് നോക്കി ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, അപ്പോ ഇപ്പൊ പറഞ്ഞ എല്ലാരും നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൻസർ എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളിപ്പോ ബൈഹാർട്ട് ചെയ്താണോ, ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാണോ? മനസ്സിലാക്കി പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി. ഓക്കെ, ക്ലിയർ. അപ്പോ ഇനി നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മള് ബൈഹാർട്ട് ചെയ്യണം, കാണാതെ പഠിക്കണം. ഓക്കെ, കാരണം എ ഗ്രൂപ്പ് ഓഫ് നൗൺസിന് പറയുന്ന ഒരു പേരാണ് കളക്റ്റീവ് നൗൺ എന്ന്. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് നൗൺസ്, ഒരു കൂട്ടം നൗൺസ് കൂടി ചേരുമ്പോൾ ഒരു പേരുണ്ടാകും. ആ പേരാണ് എന്ത്? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ്, നമ്മൾ എന്താ പേര് പറയാ? ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ്. ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് നമ്മൾ ടീം എന്നാ പറയും അല്ലെ. ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണെങ്കിലോ? ഗ്രൂപ്പ്. ഗ്യാങ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് ഷിപ്പ് ആണെങ്കിലോ? ഷിപ്പ്. ഗ്രൂപ്പ് ഓഫ് ഷിപ്പ് ആണെങ്കിൽ കോമൺ നൗൺ. കോമൺ നൗൺ. കോമൺ നൗൺ ഒന്നുമില്ല. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഫ്ലീറ്റ്. ഗ്രൂപ്പ് ഓഫ് ഷിപ്പിനെ പറയുന്ന ഫ്ലീറ്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ ഗ്രൂപ്പ് ഓഫ് നൗൺസിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോ പേരുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഇത് പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസിന് നമ്മൾ ജൂറി എന്ന് പറയും. ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സിന് നമ്മൾ ബഞ്ച് ഓഫ് ഫ്ലവർ അല്ലെങ്കിൽ ബണ്ടിൽ എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സ് ആണെങ്കിൽ കമ്മിറ്റി എന്ന് പറയാം. അപ്പൊ ഇതെല്ലാം കളക്റ്റീവ് നൗൺസ് ആണ്. അപ്പൊ ഓരോ കളക്റ്റീവ് നൗണ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ അത്യാവശ്യം കുറച്ച് കളക്റ്റീവ് നൗൺസ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് നോക്കി മാക്സിമം പഠിക്കും. അപ്പൊ അത് മാത്രം പഠിക്കേണ്ടതാണ്. അതെന്തായാലും പഠിച്ചേ പറ്റൂ. ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആയല്ലോ? അത് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നാളെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. അത് നോക്കി പഠിക്കാം. അപ്പൊ ഈ 4 നൗണ് മനസ്സിലായല്ലോ? ക്ലിയർ ആയോ? Yes, ma'am. Yes, ma'am. Yes. Okay. അപ്പോ 4 kinds of nouns are completed. Then 4 kinds എന്ന് മാത്രം പറയാൻ പറ്റില്ല. 6 kinds ഉണ്ട്. അതില് 2 എണ്ണം കൗണ്ടബിൾ നൗണും അൺകൗണ്ടബിൾ നൗണും കൂടിയാണ്. അതും കൂടെ നോക്കാട്ടെ നമുക്ക്. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. പേര് കേൾക്കുന്ന പോലെ തന്നെ കൗണ്ടബിൾ എന്താണ്? വി ക്യാൻ കൗണ്ട്. നമുക്ക് എണ്ണാൻ പറ്റുന്നത് കൗണ്ടബിൾ, എണ്ണാൻ പറ്റാത്തത് അൺകൗണ്ടബിൾ ആണ്. അപ്പൊ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ ഇത് എണ്ണാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ചിലത് എണ്ണാൻ പറ്റാത്തതാണ് എന്ന് മനസ്സിലാവും. എക്സാമ്പിള് ഷുഗർ. ഷുഗർ Uncountable. കൗണ്ടബിൾ ആണോ? Uncountable. Uncountable ആണ്. And pen. Countable. Chair. Book. Countable. Uncountable. Water. Uncountable. അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചോദ്യം ചോദിക്കട്ടെ. മണി. മണി ഈസ് എ കൗണ്ടബിൾ ഓർ കൗണ്ടബിൾ നൗ?
Rupee. Countable. Okay. Mute എല്ലാവരും. Mute yourself. Okay. Money is not countable noun. It's an uncountable noun. Okay. Money എന്ന് പറയുന്ന ആ ഒരു വേർഡ്, ആ ഒരു പേര്, ആ ഒരു നെയിം അൺകൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റുന്നതല്ല. ബിക്കോസ് കാരണം എന്താ? മണി ഇസ് എ വാല്യൂ, ഒരു വാല്യൂ ആണ്, ഒരു മൂല്യമാണ്. അത് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ റുപ്പി ഇസ് എ കൗണ്ടബിൾ നൗൺ. ക്ലിയർ ആയോ? കോയിൻസ് ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ മണി എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്, അതൊരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള നൗൺസ് നമുക്ക് കിട്ടും. അങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് തോന്നിയാൽ അപ്പൊ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അതിൽ ആൻസർ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കും, മണി എന്ന് പറയുന്ന കൗണ്ടബിൾ ആണ് അൺകൗണ്ടബിൾ ആണ് സെർച്ച് ചെയ്യുക. അതുപോലെ റുപ്പി സെർച്ച് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് തന്നെ പഠിക്കണം. സ്വയം പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് ക്ലാസ്സിൽ പറയാനോ എനിക്ക് പഠിപ്പിക്കാനോ പറ്റുന്നതല്ല. നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് അറിയണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഡൗട്ട് ഉണ്ടാകൂ. അല്ലാത്ത ആർക്കും ഡൗട്ട് വരില്ല കേട്ടോ. അതുകൊണ്ട് ഡൗട്ട് ഉള്ളത് എപ്പോഴും നല്ലതാണ്. അത് ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് എപ്പോഴും പോകുക. എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും അറിവുകൾ ഉണ്ടാകൂ. കാരണം നിങ്ങളെല്ലാം ടീച്ചേഴ്സ് ആണ്. നോളജ് ഇസ് ഇമ്പോർട്ടന്റ് ആണ്. അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് നോളജ് എന്ന് പറയുന്നത്. കാരണം കുട്ടികളെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ ചെറിയൊരു കാര്യമല്ല. അവർ ചോദിക്കുന്ന ഡൗട്ട്സിൽ നമ്മൾ പെട്ടുപോകും. മനസ്സിലായോ? അപ്പൊ ആ ടൈമിൽ അറിയില്ല എന്ന് മാത്രം അവരോട് പറയാൻ പാടില്ല. അവര് പോലും അറിയാതെ സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ എനിക്കത് അറിയില്ല, അല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് വരാം എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ. അതൊക്കെ ഒരു നെഗറ്റീവ് ആണ്. സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനും ടീച്ചേഴ്സ് പഠിക്കേണ്ടതുണ്ട്, എല്ലാ കാര്യങ്ങളും. അത് പോകെ ക്ലാസ്സിൽ നമുക്ക് പറയാം, സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സബ്ജക്ട് വൈസ് മാത്രമായിരിക്കില്ല നമ്മൾ ക്ലാസ് എടുക്കുക. ഒരുപാട് കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്. ഒരു ടീച്ചർ ക്ലാസ്സിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ സംസാരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്ന് പഠിച്ച പ്രോപ്പർ, കോമൺ, ആബ്സ്ട്രാക്ട്, കളക്റ്റീവ് നൗൺ, കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, 6 kinds of nouns നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. Is it clear or not? Do you have any doubts? Clear. Okay. Clear ആയി. ഓക്കെ. അപ്പോ നെക്സ്റ്റ് അടുത്തൊരു സെക്ഷൻ എന്ന് വെച്ചാല് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി. അത് കേട്ടിരിക്കുമ്പോ ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയാം. പക്ഷേ നമ്മളത് പറയണം, പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ആസ് എ ടീച്ചർ എന്ന നിലയിൽ കേട്ടോ. സ്റ്റുഡന്റ് ആയിട്ടില്ല, ഒരു ടീച്ചർ നമ്മൾ എങ്ങനെ ക്ലാസ് എടുക്കുക, ടീച്ചർ നമ്മുടെ സ്റ്റുഡൻസിന് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക, അതേപോലെ പ്രസന്റ് ചെയ്യാൻ നോക്കാം. എല്ലാവരും ചെയ്യണം, എല്ലാവരും. എനിക്ക് അറിയില്ല, എനിക്ക് അത് പറയാൻ പറ്റുന്നില്ല, ഒന്നും പറയണ്ട. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്, പറഞ്ഞേ പറ്റൂ. കാരണം പഠിച്ച കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും തന്നെ പ്രസന്റ് ചെയ്തേ പറ്റൂ. ഓക്കെ. അയ്യോ എന്ത് വിചാരിക്കും, അവർ കേട്ട എന്ത് വിചാരിക്കും, മിസ് എന്ത് വിചാരിക്കും, തെറ്റിപ്പോയാലും മിസ് ചീത്ത അറിയോ, അല്ലെങ്കിൽ മിസ് എന്ത് വിചാരിക്കും, ഞാൻ മനസ്സിലായി എന്ന് പറഞ്ഞതാണല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട. തെറ്റിയാലും കുഴപ്പമില്ല, ഞാൻ ക്ലിയർ ചെയ്തു. പക്ഷെ പ്രസന്റ് ചെയ്തേ പറ്റൂ കേട്ടോ. യു മസ്റ്റ് പ്രസന്റ് what I am teach today. Okay. So text your name. പേര് സെൻഡ് ചെയ്യാ. ഞാൻ വിളിക്കാം, ഓരോരുത്തരെയും ഞാൻ വിളിക്കാം. I will call you one by one. Okay. ഓ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. പ്രസന്റ് ചെയ്യുന്നവര് ടെക്സ്റ്റ് യുവർ നെയിം. ഓക്കെ. ചെയ്തോളൂ, ടെക്സ്റ്റ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഞാനൊന്നും പറയില്ല, പ്രസന്റ് ചെയ്യണം. എന്തിനാ പേടിക്കുന്നത്? ചുമ്മാ സംസാരിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ. പഠിച്ച കാര്യങ്ങള് ക്ലാസ്സിൽ വെച്ചിട്ട് പഠിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ. അങ്ങനെ പഠിക്കണം. നിങ്ങൾ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും. എങ്ങനെയുണ്ടായി പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ. സോ the first one, Rosemary. Yes, miss. ഓക്കെ. പ്രസന്റ് ചെയ്തോളൂ കേട്ടോ, സംസാരിച്ചോ. എന്താണ് Miss,
എന്താണ് noun? അതുപോലെ എന്താണ് Noun is a naming word. Noun is a naming word. It's classified proper nouns, common noun, abstract noun, collective noun. Proper noun examples: apple, pen, etc. Common noun examples: place, animals, phone. Abstract nouns are experienced noun. Examples: happy, smell, death, patience. Collective nouns are a group of nouns. Countable, uncountable. Countable examples: pen, chair, then rupees. Uncountables are examples: water, oil, sugar, then money. Yeah. ഇത്രയാണ് മനസ്സിലായി. ഓക്കെ റോസ്മേരി. പറയുമ്പോ ഇപ്പൊ ഞാൻ എടുത്ത എക്സാമ്പിൾസ് ഒക്കെയാണ് പറഞ്ഞത്. അങ്ങനെയല്ലാതെ നമുക്ക് മനസ്സിലാകുമ്പോ അല്ലെ, നമ്മളെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ആ രീതിയിൽ കൂടെ പറയാൻ ശ്രമിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് പറയാൻ ശ്രമിക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഇനിയിപ്പോ എല്ലാവരും പറയുന്നത് ഒരുപോലെ ആവണമെന്നില്ല അല്ലെ. എല്ലാവർക്കും വേ ഓഫ് ലേണിംഗ് ആണെങ്കിൽ, വേ ഓഫ് ടീച്ചിങ് ആണെങ്കിൽ എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പല രീതിയിലും പറയാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് ഇന്ന് പ്രസന്റ് ചെയ്യുന്ന നിങ്ങൾ കാര്യമാക്കണ്ട, ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. എല്ലാ ദിവസവും നമ്മളിങ്ങനെ പ്രസന്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് വരും. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇതെല്ലാം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് മാത്രം വിചാരിക്കുക. തെറ്റ് പറ്റും, മിസ്റ്റേക്സ് എല്ലാവർക്കും പറ്റും, ആരും പെർഫെക്റ്റ് അല്ല. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് റാഷിദ എന്നാണോ? റാഷിദ. Okay. My name is Rashida. ഇന്ന് മാം പഠിപ്പിച്ചത് നൗണിനെ കുറിച്ചാണ്. നൗൺ ഇസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എനിത്തിങ്. നൗൺ എന്ന് പറയുന്നത് നെയിമാണ്. ഒരു പേഴ്സന്റെ ആവാം, പ്ലേസിന്റെ ആവാം, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ആകാം. നൗൺസിനെ 6 ഇതിൽ ക്ലാസിഫൈ 6 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രോപ്പർ നൗൺ, സെക്കൻഡ് വൺ കോമൺ നൗൺ, തേർഡ് വൺ അബ്സ്ട്രാക്ട് നൗൺ, fourth one collective noun, fifth one countable noun, sixth one uncountable noun. The first one is proper noun. Proper noun എന്ന് പറയുമ്പോൾ നമ്മള് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പേഴ്സണെയോ പ്ലേസിനെയോ എന്തെങ്കിലും പറ്റി പറയുന്നതാണ് പ്രോപ്പർ നൗൺ. ഫോർ എക്സാമ്പിൾ, നമ്മള് സ്പെസിഫിക് ആയിട്ട് ഇപ്പോ ഒരാളുടെ പേര്, ഇപ്പോ ബോയ്, ഗേൾ അങ്ങനെ ജനറൽ ആയിട്ടല്ലാതെ അതിൽ നിന്ന് ബോയുടെ ഒരു പേര് രാമു, ഇറ്റ്സ് എ പ്രോപ്പർ നൗൺ. നമ്മൾ അയാളെ തന്നെ സ്പെസിഫൈ ചെയ്ത് അയാളെ പ്രോപ്പർ ആയിട്ട് എടുത്ത് പറയുന്നതാണ് പ്രോപ്പർ നൗൺ. അതിലിപ്പോ ഇന്ത്യ, ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഒരു കൺട്രിയാണ്. കൺട്രി ആയിട്ട് പോകുമ്പോൾ അതൊരു കോമൺ നൗണും, അതിൽ നിന്ന് ആ കൺട്രിയിൽ നിന്ന് ഇന്ത്യ എടുത്ത് പറയുമ്പോൾ അതൊരു പ്രോപ്പർ നൗൺ ആയിട്ട് മാറുന്നു. പ്രോപ്പർ നൗൺ എപ്പോഴും ബിഗിൻ ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചായിരിക്കും. പിന്നെ നെക്സ്റ്റ് വൺ പറഞ്ഞത് കോമൺ നൗൺ. കോമൺ നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ് കോമൺ നൗൺ. ഫോർ എക്സാമ്പിൾ എന്തുവാ, കൺട്രി, ഡേ, ഗേൾ, അങ്ങനെയൊക്കെ. ഗേൾ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ, ഒരു കാറ്റഗറിയാണ്. ആ കാറ്റഗറിയെ ഫുൾ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് കോമൺ നൗൺ. ആ കോമൺ നൗണിൽ നിന്ന് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറയുമ്പോൾ ഒരാളുടെ പേര്, ഇപ്പൊ ലക്ഷ്മി, ഇറ്റ്സ് എ കോമൺ നൗൺ. ഈ ഗേൾസ് എന്ന ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് ഉള്ള ഗ്രൂപ്പിൽ നിന്ന് ഒരാളെടുത്ത് പേര് പറയുമ്പോൾ പ്രോപ്പർ നൗണും, ആ ആൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് പറയുമ്പോൾ കോമൺ നൗൺ ആവുന്നു. കോമൺ നൗൺ എപ്പോഴും നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ബിഗിൻ ചെയ്യണമെന്നില്ല. ഇറ്റ്സ് ബിഗിൻ വിത്ത് സ്മോൾ ലെറ്റേഴ്സ്. ആൻഡ് ഫോർ ഈ കോമൺ നൗണിനെ പ്രോപ്പർ നൗണിനെ നമ്മൾ മിക്സ് ആയിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്റെ പേര് റാഷിദ എന്നാണ്. റാഷിദ ഇസ് എ ഗേൾ ഹൂസ് ലീവിങ്, ഞാൻ ഇപ്പൊ ദുബൈയിലാണ്, ഹൂസ് ലീവിങ് ദുബായ്. അപ്പൊ ഇതില് റാഷിദ എന്നുള്ളതും ദുബൈ എന്നുള്ളതും പ്രോപ്പർ നൗൺ ആണ്. കാരണം അത് രണ്ട് എടുത്ത് പറയുന്ന, സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ്സ് എ ഗേൾ, ഞാൻ റാഷിദ ഇസ് എ ഗേൾ, അതിൽ ഗേൾ എന്ന് പറയുമ്പോൾ അതൊരു കോമൺ നൗൺ ആയിട്ട് വരുന്നു. അതൊരു ജനറൽ ആയിട്ട് പറയുന്നതാണ്. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് എക്സാമ്പിൾ പറയാം. പിന്നെ അടുത്ത് വരുന്ന ഒരു തേർഡ് കാറ്റഗറിയാണ് അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ വി കനോട്ട് സീ, ടച്ച്, നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്.
നമുക്ക് ഇപ്പോ ഡെത്ത്, ബ്യൂട്ടി അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല, നമുക്കത് അനുഭവിക്കാനേ പറ്റുള്ളൂ. നമുക്കത് ടച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്കതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും തൊടാൻ പറ്റൂല. ഇപ്പൊ ആംഗ്രി, നമുക്കിപ്പം സാഡ്, അതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നില്ല, നമുക്കതെല്ലാം അനുഭവിക്കാൻ പറ്റുന്നു. അങ്ങനത്തെ നൗണാണ് അബ്സ്ട്രാക്ട് നൗൺ. പിന്നെ അടുത്ത് വരുന്നതാണ് കളക്റ്റീവ് നൗൺ. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് തിങ്സ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെല്ലാം ഗ്രൂപ്പായിട്ട് പറയുന്നതാണ് കളക്റ്റീവ് നൗൺ. ഇപ്പൊ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, ഇപ്പൊ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, അപ്പൊ ഒരു കൂട്ടം ഫ്ലവേഴ്സ് ആയി. അങ്ങനെ ഒരുപാട് കൂട്ടമായിട്ട് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരുപാട് കാര്യത്തിന് ഒരു ഗ്രൂപ്പായിട്ട് ഒരു നെയിം, ആ ഗ്രൂപ്പ് ആകുമ്പോൾ അതിനൊരു നെയിം ഉണ്ടാവുമല്ലോ, ആ ഒരു ഗ്രൂപ്പിംഗ് നെയിമിനെ പറയുന്നതാണ് കളക്റ്റീവ് നൗൺ. പിന്നെ കൗണ്ടബിൾ നൗൺ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊരു തിങ്സും കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് കൗണ്ടബിൾ നൗൺ ആണ്. അതിന് എക്സാമ്പിൾ ആണ് പെന്ന്, ബുക്ക്, ഗ്ലാസ്, പേപ്പർ, ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അൺകൗണ്ടബിൾ നൗൺ ആകുമ്പോൾ നമുക്ക് അത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോ വാട്ടർ, ഓയില്, റൈസ്, ഹെയർ, അതൊക്കെ അൺകൗണ്ടബിൾ, നമുക്ക് കൗണ്ട് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനത്തെ നൗൺസ് ആണ് അൺകൗണ്ടബിൾ നൗൺസ്. ഇത്രയാണ് മാം എനിക്ക് മനസ്സിലായ. ഓക്കെ രക്ഷിത, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. താങ്ക് യു മാം. എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ മാമിന്റെ ചോദിച്ചത്. Okay, clear, very good. Then Mubashira. യെസ് മാം. ഇന്ന് നമ്മൾ പഠിച്ചത് നൗണിനെ പറ്റിയിട്ടാണ്. നൗൺ എന്ന് പറഞ്ഞാല് ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ പ്ലേസ് അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ നെയിം ചെയ്ത് പറയുന്നതിനെയാണ് നൗൺ എന്ന് പറയുന്നത്. അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ ആൻഡ് കളക്റ്റീവ് നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള ഐറ്റംസിനെയൊക്കെ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് ഒരു പേരിട്ട് പറയുന്നതിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തിയുടെ പേര്, ഇപ്പൊ നിഷ, സുമ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പേര്, അതൊരു പ്രോപ്പർ നൗൺ ആണ്. പിന്നെ അതുപോലെ സ്ഥലങ്ങളുടെ പേരുകൾ ഒക്കെ പ്രോപ്പർ നൗണിലാണ് പെട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ കോമൺ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമൺ ആയിട്ട് പറയുന്ന പേര് അതെപ്പോഴും പെർമനന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു വീക്ക് എന്ന് പറയുമ്പം അതൊരു കോമൺ നെയിമാണ്. വീക്ക്, ആഴ്ചകൾ എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ളതാണ്. അതില് വീക്കിലെ മൺഡേ, ട്യൂസ്ഡേ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ആബ്സ്ട്രാക്ട് നൗൺ. ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനും ഫീൽ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ തൊടാനോ അങ്ങനെയുള്ളതൊന്നും പറ്റില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പം ഹാപ്പി, സാഡ്, ആംഗ്രി, പിന്നെ അഗ്രസീവ്, ഇതൊക്കെ നമുക്ക് ഓരോ ആൾക്കാരിൽ വരുന്ന ഓരോരോ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അവരത് ഇപ്പൊ നമുക്ക് ഹാപ്പി ആവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ വരുന്നത് കളക്റ്റീവ് നൗൺസ് ആണ്. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പം ഗ്രൂപ്പായിട്ടുള്ള ഒരു നൗൺസിനെ ഗ്രൂപ്പായിട്ട് പറയുന്ന ഒരു പേരാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുക. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലീറ്റ്, ഗ്രൂപ്പ് ഓഫ് ഷിപ്സ്, കപ്പലുകൾ ഒരു ഗ്രൂപ്പായിട്ട് പറയുമ്പോൾ ഫ്ലീറ്റ് എന്ന് പറയും. പിന്നെ ജൂറി, ഗ്രൂപ്പ് ഓഫ് ജഡ്ജസ്. പിന്നെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സിനെ പറയുന്നതാണ് ബഞ്ച്. അങ്ങനെ. പിന്നെ അടുത്തത് വരുന്നത് കൗണ്ട് ആൻഡ് നോൺ കൗണ്ട്, അൺകൗണ്ടബിൾ നൗൺസ്. അതെന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ സാധിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺ ആയിട്ട് പറയണേ. നമ്മൾ ഒരു അലമാരിയിൽ എത്ര ഡ്രസ്സ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എണ്ണി പറയാൻ പറ്റും. അതുപോലെ നമുക്കിപ്പം ഒരു നദിയിൽ എത്ര വെള്ളം പോകുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതിനെയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇന്ന് മാം പഠിപ്പിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും. താങ്ക് യു മാം. Okay, Mubashira. Then Gladys. യെസ് മാം, ഗുഡ് മോർണിംഗ് മാം. ഇന്ന് മാം നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് നൗണ് ആൻഡ് പ്രോനൗണിലെ നൗൺ ആണ്. നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിമിംഗ് വേർഡ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പേരുകള്, അതിനെയാണ് നൗൺ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. നൗണിനെ ഒരു 6 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലാദ്യം വരുന്നത് പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ, അവയുടെ പ്രോപ്പർ ആയിട്ടുള്ള പേര്. ഇപ്പം എൻ്റെ പേര് ഗ്ലാഡിസ്, അപ്പം എൻ്റെ സ്ഥലം ആരക്കുന്നം, അതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള
നൗണുകളാണ്. അല്ലെങ്കിൽ ഇപ്പോ ഒരു ആനിമലിന്റെ പേര്, ഇപ്പൊ ഒരു ടിപ്പു അല്ലെങ്കിൽ ചാർലി, അങ്ങനെയുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള നൗൺസ് ആണ്. പിന്നെ വരുന്നത് കോമൺ നൗൺ ആണ്. കോമൺ നൗൺ എന്ന് പറയുന്നത് പ്ലേസസ്, ഡേയ്സ്, മന്ത്, സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ അതിന്റെ ആ സ്റ്റേറ്റിന്റെ പേരെടുത്ത് പറഞ്ഞാലാണ് അത് പ്രോപ്പർ നൗൺ ആവുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ്, മന്ത്, ഡേ, വീക്ക് അങ്ങനെയൊക്കെ പറയുന്നത് കോമൺ ആയിട്ട് പറയുന്ന പേരുകളായതുകൊണ്ട് അത് കോമൺ നൗണിന്റെ ഗണത്തിലാണ് വരുന്നത്. അടുത്തത് വരുന്നത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫീലിങ്സ് ആണ്. നമുക്ക് ഇപ്പം ഒരാള് മരിച്ചുപോയി, ഡെത്ത്, അല്ലെങ്കിൽ നമുക്ക് കാണാനോ തൊടാനോ ഒന്നും പറ്റില്ലാത്ത കാര്യങ്ങൾ, ലാഫർ, ഹാപ്പിനെസ്, ആങ്കർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗൺ ആയിട്ട് വരുന്നത്. അടുത്തത് വരുന്നത്, ഫോർത്ത് ആയിട്ട് വരുന്നത് കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇതിന് പറയുന്നതാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു സെയിലേഴ്സിന്റെ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ക്രൂ ഓഫ് സെയിലേഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ തേനീച്ചക്കൂട്ടത്തിന് നമുക്ക് ഹൈവ് ഓഫ് ബീസ്, അതുപോലെ തന്നെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അങ്ങനെ പറയാം. പിന്നെ ഉള്ളത് കൗണ്ടബിൾ നൗൺസ് ആണ്. നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. ഓയില്, വാട്ടർ, പെട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുപോലെ മണി, അതിനെയാണ് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് എന്ന് പറയുന്നത്. ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. Okay, Gladys. Next, Samna. നമുക്കിന്ന് മാഡം പറഞ്ഞു തന്നത് നൗൺസിനെ പറ്റിയാണ്. The nouns is the name of a person, place or things. Nouns are classified into 4: proper noun, common noun, abstract noun, collective noun. അതുപോലെ തന്നെ countable noun and uncountable noun. Proper noun എന്ന് പറയുന്നത് a specific name for people, place or things. Example, Nisha, Kerala, Malayalam, Delhi, etc. The common nouns are a general term for people, place or things. Example, language, state, animal, vehicles, etc. Abstract noun means observe without sense. We can experience it. Example, sad, beauty, pleasure, patience, freedom, knowledge, etc. Collective nouns is a group of nouns. For example, ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിനെ നമ്മൾ ടീം എന്ന് പറയും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് ഷിപ്പിനെ ഫ്ലീറ്റ് എന്ന് പറയും. പിന്നെ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിനെ ഗ്രൂപ്പ് ടീം എന്ന് പറയും. അതുപോലെ അടുത്തത് നെക്സ്റ്റ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത ഇതിനെയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഷുഗർ ഈസ് ആൻ uncountable noun, pen countable noun, rupees countable noun, and money is an uncountable noun. It is a value. Thank you. Okay, Samna. Then Sanila. Yes, ma'am. Good morning to all. Today we studied about nouns. Nouns are classified into 6: proper nouns, common nouns, collective nouns, abstract nouns, countable nouns and uncountable nouns. ഇതിൽ പ്രോപ്പർ നൗൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻലി സ്പെസിഫിക് ആയിട്ട് ഒരാളുടെ പേര്, അതായത് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ എൻ്റെ പേര് സനില, അതാണ് പ്രോപ്പർ നൗൺസിൽ ഉൾപ്പെടുന്നത്. ഇത് സ്പെസിഫിക് ആയിട്ട് ഒരാളെ നമ്മൾ വിശേഷിപ്പിച്ച് പറയുന്നത്, അതാണ് പ്രോപ്പർ നൗൺസ്. ദെൻ കോമൺ നൗൺസ് എന്ന് പറയുന്നത് ഞാൻ ഏത് ഗ്രൂപ്പിലാണോ ഉൾപ്പെടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു വുമൺ ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളത്. അപ്പൊ കോമൺ ആയിട്ട് ജനറലി നമ്മൾ പറയുന്ന ഒരു പേര്, അതാണ് കോമൺ നൗൺസിൽ ഉൾപ്പെടുന്നത്. ദെൻ അടുത്തതായിട്ടുള്ളത് അബ്സ്ട്രാക്ട് നൗൺസ് ആണ്. അബ്സ്ട്രാക്ട് നൗൺസ് മീൻസ് നമ്മുടെ ഫീലിങ്സ്,
അല്ലെങ്കിൽ വിശേഷണം എന്നൊക്കെ പറയും. അതായത് ഇപ്പൊ ബ്യൂട്ടി, ഷീസ് വെരി ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ വിശേഷിപ്പിക്കുന്നതാണ്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല, അതിനെ ഒരു ഇമാജിനേഷൻ ഉണ്ടാവില്ല, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലിങ്സ് അതിനെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള നൗണുകളെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കളക്റ്റീവ് നൗൺസ് ആണ്. കളക്റ്റീവ് നൗൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് തിങ്സിനെ പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ പറയുന്നു സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് ഷിപ്പിന് പറയുന്നു ഫ്ലീറ്റ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ബഞ്ചസ് ഓഫ് ഗ്രേപ്സ്, ബഞ്ചസ് ഓഫ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ബഞ്ചസ് എന്ന് പറയുന്നതാണ് കളക്റ്റീവ് നൗൺ ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് പറയുന്നത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. പേര് പോലെ തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, എണ്ണാൻ പറ്റുന്ന രീതിയിലുള്ള നൗൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൗണ്ടബിൾ എന്ന് പറയുന്നത്. അൺകൗണ്ടബിൾ മീൻസ് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്കൈയിലുള്ള സ്റ്റാർസ് നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത് അൺകൗണ്ടബിൾ നൗൺസ് ആണ്. പക്ഷെ സൺ എന്ന് പറയുന്നത് കോമൺലി 1 ഉള്ളൂ, സോ അത് കൗണ്ടബിൾ ആണ്. സോ കൗണ്ടബിൾ നൗൺസും അൺകൗണ്ടബിൾ നൗൺസും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മാഡം മനസ്സിലാക്കി തന്നതും ഇത്രയാണ് ഞാൻ മനസ്സിലാക്കി എടുത്തതും. താങ്ക് യു മാം, താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോ അതിന് ഒരുപാട് പേര് പറയാനുണ്ട്, പ്രസന്റ് ചെയ്യാനുണ്ട്, ടെക്സ്റ്റ് ചെയ്തിരുന്ന എല്ലാവരും പേരും. സോ നമുക്ക് ടൈം ഇല്ല. അപ്പോ പ്രസന്റ് ചെയ്തവർ എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ നൗ വെൻ യു പ്രസന്റ് ദി ടോപ്പിക്? എക്സ്പീരിയൻസ് പറഞ്ഞേ, എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആകണമെന്ന് തോന്നുന്നുണ്ട്. എന്നെട്ടോ ബാക്കി എല്ലാവരും നന്നായിട്ട് അവതരിപ്പിച്ചു. ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു പേടി, ടെൻഷൻ ഒക്കെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി മനസ്സിലായി, അത് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അങ്ങ് മനസ്സിലായി, കുറച്ചും കൂടി ചിന്തിക്കാൻ തുടങ്ങി, അതാണോ ഇതാണോ എന്നൊക്കെ ഉള്ളത് ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരിലെ ഒരു ടീച്ചറിനെ കാണാൻ പറ്റി. ഈ പറഞ്ഞവരുടെ ഒക്കെ നല്ലൊരു ടീച്ചിങ് ഉണ്ടെന്ന് എനിക്ക് കേട്ടപ്പോ മനസ്സിലായി. ഓക്കെ, അപ്പോ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താണ് അല്ലെ, നമുക്ക് മനസ്സിലായല്ലോ അതിന്റെ എന്തൊക്കെയാണ് അല്ലെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെ ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പൊ റോസ്മേരി പറയുന്ന ടീച്ചറെ കാണാൻ പറ്റി, ഒരുപാട് ഇംപ്രൂവ് ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ പറയണമെന്ന് തോന്നി അല്ലെ. പിന്നെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി അല്ലെ. പഠിപ്പിച്ച് എന്താണോ നിങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ട്. മറ്റുള്ളവർക്ക് കേൾക്കുമ്പോഴാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരാണെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടാകാം, മേ ബി ഇല്ലെന്ന് പറയുമെങ്കിൽ ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി അവർക്ക് ക്ലിയർ ആകും. ഇനി മനസ്സിലായിട്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണോ? കുറച്ചുപേർക്ക് പ്രസന്റ് ചെയ്യാൻ ഇനിയും ആഗ്രഹം ഉണ്ടാകാം. കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ തന്നെ പോകാം. കാരണം ഇതിന്റെ ഒരു ബയോക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടണം ഞങ്ങൾക്ക്. വീട്ടിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും അങ്ങനെ വീട്ടമ്മമാരായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പ്രസന്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത്തിരി ടെൻഷനാണ് എല്ലാവർക്കും. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് മാറിക്കിട്ടും. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിലും കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇതേപോലെ പ്രസന്റ് ചെയ്യാം. ഞാൻ യൂഷ്വൽ എല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ് ഞാൻ ചോദിക്കും, പക്ഷെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കും. കാരണം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എല്ലാ ക്ലാസ്സിലും ഞാൻ ചെയ്യുന്നതാണ്. പഠിക്കും, നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കും. പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആവുക. നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ പഠിക്കില്ല, മനസ്സിലായോ? നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കില്ല, പക്ഷെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി നന്നായിട്ട് എഫോർട്ട് എടുത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കും. കാരണം പഠിപ്പിക്കേണ്ടതാണല്ലോ. ഓക്കെ, അപ്പൊ പഠിച്ച കാര്യങ്ങൾ പറയുന്നതാണ് ഏറ്റവും നല്ലതും. നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആകുകയും ചെയ്യും. നമ്മൾ അതിൽ കുറച്ചൊരു എക്സ്പേർട്ട് ആകും, മനസ്സിലായോ? നമുക്ക് കുറച്ചൊരു ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ടീച്ചിങ് സ്റ്റൈൽ ആണെങ്കിലും നമ്മൾ സംസാരിക്കുന്ന സ്റ്റൈൽ ആണെങ്കിലും എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, നാളെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം. നിങ്ങൾ എന്താണ് സംസാരിച്ചത് നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ അയ്യോ ഇങ്ങനെയാണോ, എനിക്ക് കുറച്ചൊരു ബെറ്റർ ആക്കാമായിരുന്നു എന്നൊക്കെ തോന്നും കേട്ടോ. കുറച്ചൊരു ഇംപ്രൂവൈസ് ചെയ്യാം, എല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെ അതിനുള്ളൊരു എക്സ്പീരിയൻസും കൂടിയാണ്. സോ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇത് സംസാരിക്കാൻ പറ്റാത്തവര് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഇത് നന്നായിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോ ക്ലാസ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം ക്ലാസ് എടുത്തു. നേരത്തെ ചുമ്മാ നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ ആയിരുന്നു.
ക്ലാസ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു? ഒപ്പീനിയൻ പറയും, സജഷൻസ്, എനി ഒപ്പീനിയൻ? സൂപ്പർ മാം. നല്ല ക്ലാസ് ആണ്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മാം. കംഫർട്ടബിൾ ആണല്ലോ ക്ലാസ്സിൽ? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് പോവാട്ടോ. ഇങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാം. പ്രസന്റേഷൻ ഉണ്ടാകും, ക്ലാസ് ഉണ്ടാകും. കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആണെന്ന് വെച്ചല്ല, എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ക്ലാസ് മുന്നോട്ട് പോവാം. മാക്സിമം ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. റെക്കോ ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണ് എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. എന്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക, തീർച്ചയായും ആക്റ്റീവ് ആയിട്ടിരിക്കുക. ബോർ അടിച്ചു ആർക്കെങ്കിലും? ബോറിംഗ് ആയിരുന്നോ? ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടൈം ആയി. ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. ഹു ഈസ് ഗോയിങ് ടു വൈൻഡ് അപ്പ് ഓർ സൈൻ ഔട്ട്? ആരാ ചെയ്യാം? സൈൻ ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് മിരിയെ ക്ഷണിക്കുന്നു. ഹലോ, എൻ്റെ പേര് മിരിയ. ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നന്ദി പറയുക എന്നതാണ്. ഇന്ന് നമുക്ക് നന്നായിട്ട് ക്ലാസ് എടുത്തു തന്ന അശ്വതി മിസ്സിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് ക്ലാസ് കോർഡിനേറ്റ് ചെയ്ത അനുവിനും പ്രയർ ചൊല്ലിയ കവിതയ്ക്കും സൈൻ ഇൻ ചെയ്ത അനുവിനും തോട്ട് ഓഫ് ദ ഡേ പറഞ്ഞ മിന്നുമോക്കും പിന്നെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. Okay, so hello. Okay, Abba, thank you all. See you on the next class. Okay, bye. Thank you, miss. Thank you, ma'am.